ഹൃദയ, ഐ ഹാവ് സംതിങ് ടു ഷെയർ. ഇനി വയ്യടോ ഇങ്ങനെ ഹൈഡ് ചെയ്ത് ഒളിപ്പിച്ചു വെക്കാൻ ശ്രമിക്കും തോറും കൈവിട്ടു പോകുമോ എന്നൊരു പേടി. തന്നോട് കുറെ നേരമായി ഞാൻ ബാക്കി ചോദിക്കുന്നു. തന്റെ മിണ്ടാട്ടം മുട്ടിയോ? മുട്ടിയെങ്കിൽ മുട്ടിയാലും മുട്ടിയിലേലും എനിക്ക് ബാക്കി അറിയണം. ആ ഫ്ലോ എങ്ങ് പോയടോ? ഫ്ലോ ഞാൻ കൊണ്ടുവരാം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. തനിക്ക് പ്രഭാതിനോട് ഒരു താല്പര്യം ഉണ്ടായിരുന്നല്ലേ? താല്പര്യമെന്ന് പറയുന്നതേ തെറ്റാ. ആരാധന മൂക്കുമ്പോൾ നമ്മൾ അയാളെ ജീവിതത്തിൽ ആഗ്രഹിക്കില്ലേ? അതായിരുന്നു ആദ്യം. പക്ഷേ അടുത്തിടപെടാനും അറിയാനും സാഹചര്യം കിട്ടിയപ്പോൾ ആരാധനയേക്കാൾ പ്രഭാത് പേരറിയാത്തൊരു വികാരമായി മാറി. ആ പ്രോഗ്രാമിന് ശേഷം ഞങ്ങളുടെ സൗഹൃദം ഒരുപാട് വളർന്നു. വൈകിയുണ്ടായ സൗഹൃദം, അതും ലാസ്റ്റ് സെമസ്റ്റർ. എല്ലാ ദിവസവും ഞങ്ങൾ ആഘോഷമാക്കി. എന്നെ സംബന്ധിച്ചിടത്തോളം ആൺ സൗഹൃദം ഞാൻ അങ്ങനെ കംഫർട്ടബിൾ ആകാറില്ലായിരുന്നു. പക്ഷേ പ്രഭാത് അന്ന് വരെ ഉണ്ടായിരുന്ന എന്റെ ആൺ സൗഹൃദത്തെ കുറിച്ചുള്ള ചിന്തകളെല്ലാം മാറ്റിമറിച്ചു. പ്രഭാതും താനും ആദ്യം തൊട്ടേ കൂളായിരുന്നല്ലോ. സോ നിങ്ങൾ നല്ല സുഹൃത്തുക്കളാകും. ബട്ട് വാട്ട് അബൌട്ട് പ്രഭാതിലാവുന്ന കോംബോ? അത് ഡിഫറെന്റ് ആയിരുന്നു. ഐ വാസ് ലൈക്ക് എ റെഫറി ബിറ്റ്വീൻ ദം. ഒരു ദിവസം എടുത്താൽ 90% രണ്ടും അടിയായിരിക്കും. ബാക്കി 10% ഫുഡ്, മൂവി, ഔട്ടിംഗ്. സോ അടിയിടാൻ ടൈം കിട്ടില്ല. അപ്പോൾ നിങ്ങൾ മൂന്നും എങ്ങനെ മുന്നോട്ട് പോയി? സ്നേഹം, ഞങ്ങൾക്കിടയിൽ സ്നേഹം ഉണ്ടായിരുന്നു. കെയർ, കംഫർട്ട്. അവര് തമ്മിൽ അടിയിട്ടുണ്ടെങ്കിലും ഇറ്റ് വാസ് ഔട്ട് ഓഫ് ലവ്. ലവി അങ്ങനെ ആയിരുന്നു. അവൾക്ക് സ്നേഹമുള്ളവരെ ഇറിറ്റേറ്റ് ചെയ്യാൻ വല്ലാത്തൊരു കഴിവായിരുന്നു. അത് എന്നെയും ചെയ്തിരുന്നു. ആൻഡ് ഐ ലെറ്റ് ഹർ ഡു വാട്ട് എവർ ഷി വാണ്ട്. ബട്ട് പ്രഭാത് അങ്ങനെയായിരുന്നില്ല. പ്രഭാത് ലൈക്ക് ടു ആഡ് മോർ ഫ്യൂവൽ. ദാറ്റ്സ് ഹൗ ദേ എൻഡഡ് ഇൻ ഫൈറ്റ്സ്. നിന്നെ ഞാൻ എന്നെ കൊല്ലുമടി കുരുത്തം കെട്ടവളെ. അതിന് നീ 100 ജന്മം ജനിക്കണം. എന്നാൽ പിന്നെ കാണിച്ചു തന്നിട്ടേ ഉള്ളൂ കാര്യം. ഒരു ഉറുമ്പിനെ എങ്കിലും ആദ്യം കൊന്നു കാണിക്കട പേടിത്തൊണ്ട. ആരടി പേടിത്തൊണ്ടൻ? നീ മാത്രം. എടി ചേട്ടാ, രണ്ടും ഒന്ന് നിർത്തുന്നുണ്ടോ? ഇവരെ എനിക്ക് ഇഷ്ടമല്ലേ കൃമി? അയ്യോ, എനിക്ക് ഏതാണ്ട് നിന്നോട് പ്രണയമാണല്ലോ. ഹൃദയയുടെ കൂട്ടുകാരിയായോണ്ട് മാത്രമാണ് ഞാൻ നിന്നെ സഹിക്കുന്നത്. നീ അങ്ങനെ എന്നെ കഷ്ടപ്പെട്ട് സഹിക്കണ്ട. നീ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് പൊക്കോ. വൈ ഷുഡ് ഐ? നീയാ പ്രശ്നം. സോ നീയാ പോകേണ്ടത്. ഓഹോ, അങ്ങനെയാണല്ലേ? എടി കൃമി, പുതിയതായി ഒരുത്തനെ കിട്ടിയപ്പോൾ നിനക്ക് ഞാൻ അധികപ്പറ്റായല്ലേ? ഇവൻ ഇത്രയും ഷോ കാണിച്ചിട്ട് നീ ഒന്നും അവനെ എതിർത്ത് പോലുമില്ലല്ലോ. മതിയായി, ഞാൻ പോകുന്നു. ബൈ ബൈ. അതെ, ഇപ്പോൾ ചിക്കൻ നിർവാണ കഴിക്കാമെന്നല്ലേ നമ്മൾ പ്ലാൻ ഇട്ടേ? അത് കഴിഞ്ഞു പോരെ പോകുന്നത്? പൊട്ടനാണെങ്കിലും താൻ പറഞ്ഞതിൽ കാര്യമില്ലായികയില്ല. കഴിച്ചിട്ടാവാം ബാക്കി. കൃമി വന്നേ. உனக்கென நான், எனக்கென நீ, உயிர் கரையும் நொடி இதுதான். உனக்கென நான், எனக்கென நீ, உயிர் கரையும் நொடி இதுதான். ஆகாயோ தீயாகவே, விழியெல்லாம் நீயாகவே, உன்னை தேடி வருவேனடி, கை கோர்த்து கொள்வேனடி. ஆகாயோ தீயாகவே, விழியெல்லாம் நீயாகவே, உன்னை தேடி வருவேனடி, கை கோர்த்து கொள்வேனடி. നിനക്ക് ശ്രദ്ധിച്ച് നടന്നൂടെ? കൊച്ചുകുട്ടി വല്ലതും ആണോ? എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ? ഒരു സെക്കൻഡ് ഞാനത് വൈകിയിരുന്നെങ്കിൽ കാണാമായിരുന്നു. മതി, കുറെ നേരമായി. ഒന്നാമത് അവള് പേടിച്ച് നിൽക്കുക. സോറി ഹൃദയ, ഞാൻ വല്ലാണ്ട് വരണ്ടുപോയി. ബി കെയർഫുൾ. എന്താടി കൊരങ്ങി നീ ആലോചിച്ചു കൂട്ടുന്നേ? കുറെ നേരമായല്ലോ. കൃമി, ഞാൻ പ്രഭാതിനെ കുറിച്ച് ചിന്തിക്കുമായിരുന്നു. പ്രഭാതൻ എന്താ? സത്യം പറയടി, ഞാനറിയാതെ നീ രണ്ടും അണ്ടർഗ്രൗണ്ടിൽ കൂടെ ലൈൻ വലിക്കുന്നുണ്ടോ? നീ എന്തൊക്കെയാ ഈ പറയുന്നേ? അപ്പോൾ നിങ്ങൾ തമ്മിൽ ഒന്നുമില്ല? സൗഹൃദം അല്ലാതെ എന്ത്? Come on, Krimi, it doesn't look so.
നിങ്ങൾ തമ്മിലുള്ള സംസാരം, ഇടപെടൽ വെറും ഒരു സൗഹൃദമായി എനിക്ക് തോന്നാറില്ല. നീ ചുമ്മാ ഓരോന്ന് ഉണ്ടാക്കി പറയല്ലേ. ഞങ്ങൾ നല്ല സുഹൃത്തുക്കൾ, അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ? അത്രേ ഉള്ളൂ? അത്രേ ഉള്ളൂ. ഓക്കെ ക്രിമി, നിനക്ക് പ്രഭാതിനോട് വേറെ ഒരു ചിന്തയും ഉണ്ടായിട്ടില്ല. ഐ മീൻ ലവ്. ലവോ? ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് കൂടിയില്ല. അതെന്താ ചിന്തിക്കാഞ്ഞത്? പ്രഭാത് ആരുമല്ലാഞ്ഞപ്പോൾ പോലും അവൾ നിനക്കൊരു ഭ്രാന്തായിരുന്നു. ഇത്രയും ക്ലോസ് ആയി കഴിയുമ്പോൾ അതൊരു പ്രണയം ആയിക്കൂടാന്നില്ലല്ലോ. പോയെ, എനിക്ക് പഠിക്കാനുണ്ട്. നീ എന്റെ ചോദ്യങ്ങൾക്ക് മറുപടി തന്നിട്ട് സമയം ഉണ്ടെങ്കിൽ പഠിച്ചാൽ മതി. പറയടി, നിനക്ക് അവനെ ഇഷ്ടമല്ലേ? ഐ മീൻ ആസ് എ ഫ്രണ്ട്. എനിക്ക് നിന്നെ വിശ്വസിക്കാമോ? അവനും? അതെനിക്കെങ്ങനെ അറിയാം? ഐ ഫെൽറ്റ് സെയിം. തേങ്ങ, നീ ഇന്നവരെ അവനെ ശ്രദ്ധിച്ചിട്ടില്ലേ? ഹീസ് ബിഹേവിംഗ് ഡിഫറെന്റ്ലി അറൗണ്ട് യു. അത് നീയും അവന് ഏത് നേരം അടിയായോണ്ട് നിനക്ക് തോന്നുന്നതാ. ഒന്ന് പോയടി. He always care you more, smile around you, touchy with you. ഇതൊന്നും എനിക്ക് നോർമൽ ആയിട്ട് തോന്നുന്നില്ല. I agree, it's common if girls are having boys as besties. They do so. But ഞാനും നീ ഉണ്ടായിരിക്കെ നിന്നോട് അവൻ കാണിക്കുന്ന കെയർ, അറ്റാച്ച്മെന്റ്, ഇതൊന്നും വെറും സൗഹൃദമായിട്ട് എനിക്ക് തോന്നുന്നില്ല. നീ അല്ലെങ്കിൽ കഥ മെനഞ്ഞെടുക്കാൻ മിടിക്കുക. പോയെ, ഞാൻ പഠിക്കാൻ പോകുന്നു. അവസാനം അവൻ എന്റെ മുന്നിൽ മുട്ടുമടയ്ക്കൽ. പൊന്നു മോളെ ക്രിമി. പോവണ്ണേ. നീ ഇന്നലെ അവനെ ശ്രദ്ധിച്ചിട്ടില്ലേ? അവള് പറഞ്ഞതിൽ എന്തെങ്കിലും കാര്യം കാണൂ? സാധനങ്ങളെ ഞാനില്ലാതെ കഴിക്കാൻ തുടങ്ങിയോ? വിശന്ന് പോയടി. കഴിക്ക്. എന്നാലും ഒന്ന് വെയിറ്റ് ചെയ്യാമായിരുന്നു. വെയിറ്റ് ചെയ്തില്ലെന്ന് പറഞ്ഞാൽ കൊല്ലും ഞാൻ. എത്ര നേരം വെച്ചാ നോക്കിയിരിക്കുന്നേ? ഇതും കൂടെ കുത്തിക്കയറ്റ്. സോറിടാ. മറ്റേ മനീഷില്ലേ, അവൻ ഡൗട്ട് എന്ന് പറഞ്ഞ് പിടിച്ചു നിർത്തി. ആ മനീഷിന് ഈയിടെയായിട്ട് നിന്നോട് വല്ലാത്ത ഡൗട്ട് ചോദിപ്പാ. ഞാനൊന്ന് അവനെ പറ്റി അന്വേഷിച്ചിരുന്നു. അവനെ കൂടുതൽ അടുപ്പിക്കണ്ട, അവൻ അത്ര വെടുപ്പല്ല. ഡൗട്ട് എന്ന് പറയുമ്പോൾ പിന്നെ പറഞ്ഞു കൊടുക്കണ്ടേ? എന്നാ വേണ്ട ഡൗട്ട് എല്ലാം ക്ലിയർ ചെയ്ത് പൊന്നുമോൾ അവനെ പഠിപ്പിച്ച് ജോലി വാങ്ങിച്ചു കൊടുക്ക്. അവസാനം എന്റെ അടുത്ത് മോങ്ങിക്കൊണ്ട് വരരുത്. ലവി, എനിക്ക് ഡിസ്കഷൻ ഉണ്ട്, ഞാൻ പോകുക. ഇവനെന്താ പ്രശ്നം? അത് നിനക്ക് മനസ്സിലായില്ലേ? പൊസസീവ്നെസ്, വേറൊരു പയ്യനോട് അടുക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു സംഭവം. ഇത്രയൊക്കെ പോരെ മോളെ അവന് നിന്നെ ഇഷ്ടമാണെന്ന് മനസ്സിലാക്കാൻ? ഞാൻ കഴിക്കട്ടെ. പോത്ത്. എടി ക്രിമി, നാളെ വാലന്റൈൻസ് ഡേ അല്ലേ? കോളേജ് യൂണിയൻ സീക്രട്ട് ലവ് ലെറ്റർ പരിപാടി പൊടിയാട്ടി എടുത്തിട്ടുണ്ട്. അതിന് നമുക്കെന്താ? എടി, നമുക്ക് പ്രഭാതിന് ഒരെണ്ണം എഴുതിയിടാം. എന്തിന്? എടി, തമാശക്ക്. പേര് നാളും വെക്കണ്ടല്ലോ, കോമഡി ആയിട്ട് എഴുതാം. അവൻ എന്തായാലും നമ്മളെ കാണിക്കും. നമുക്കും ഒരു തമാശ, അവനും ഒരു തമാശ. പക്ഷെ എന്തെഴുതാനാ? എടി, സ്ക്രിപ്റ്റ് റൈറ്ററായി നിനക്കും ദാരിദ്ര്യവും. ആലോചിക്കടി അങ്ങോട്ട്. ഒന്ന് ട്രൈ ചെയ്യാം. ലവി, നോക്കിക്കേ. രഹസ്യസ്നേഹിതനെ, മഞ്ഞുകാലവും കഴിഞ്ഞ് മഴയെത്തും മുമ്പ് ഞാനത് പറയട്ടെ, പറയാനും വയ്യ, പറയാതിരിക്കാനും വയ്യ, വിധിച്ചതും കുറിച്ചവരുണ്ടാകുമോ എന്നൊരു ജീവിക്കാൻ മറന്ന ഒരു സ്ത്രീയാണ് ഞാൻ. പക്ഷെ നീ എൻ്റെ ലഹരിയാണ്, ജീവന്റെ ജീവൻ. ആരും ഒരു പറയാതെ എത്രയും കാലം ഞാൻ സൂക്ഷിച്ച എൻ്റെ പ്രണയം. അതാണ് ആഗ്രഹം. ഓമന സ്വപ്നങ്ങളും പേറി ഡാലിയ പൂക്കൾ ഓരോ വിളിയും കാതോർത്ത് ഇങ്ങനൊരു നിലാപക്ഷി. ഇഷ്ടമാണ് നൂറുവട്ടം. സസ്നേഹം സുമിത്ര. ഹെടി, ഇതൊക്കെ സിനിമ പേരുകളല്ലേ? സെറ്റടി മോളെ, സെറ്റ്. ഇത് കത്തും, ഇല്ലെങ്കിൽ കത്തിക്കും. ഇനി ഞാൻ സമാധാനമായിട്ട് ഇറങ്ങട്ടെ. അങ്ങനെയല്ലല്ലേ ഇങ്ങനെ ഈ ലെറ്റർ വായിക്കേണ്ടത്. രഹസ്യ സ്നേഹിതനെ, മഞ്ഞുകാലവും കഴിഞ്ഞു, മഴയെത്തും മുൻപേ ഞാനൊന്ന് പറയട്ടെ. പറയാനും വയ്യ, പറയാതിരിക്കാനും വയ്യ. വിധിച്ചതും കൊതിച്ചതും രണ്ടാകുമോ എന്നൊരു ഭയം. ജീവിക്കാൻ മറന്നുപോയ സ്ത്രീയാണ് ഞാൻ. പക്ഷേ നീ എൻ്റെ ലഹരിയാണ്, ജീവന്റെ ജീവൻ.
ആരോടും അറിയാതെ ഇത്രയും കാലം ഞാൻ സൂക്ഷിച്ച എൻ്റെ പ്രണയമാണ് നീ. ഒരു കടങ്കഥ പോലെ തോന്നുന്നുണ്ടോ? സ്നേഹിച്ച കുറ്റത്തിന് ശിക്ഷിക്കാം, പക്ഷേ മറക്കില്ലൊരിക്കലും. കഴിയുമെങ്കിൽ എന്നെ സ്നേഹിക്കൂ, എന്നെ മാത്രം. ഈ ജന്മം നിനക്ക് ഞാനും എനിക്ക് നീയും, അതാണ് ആഗ്രഹം. ഓമന സ്വപ്നങ്ങളും പേറി ഡാലിയ പൂക്കളുടെ നടുവിൽ നിന്റെ ഓരോ വിളിയും കാതോർത്ത് ഇങ്ങനൊരു നിലാപക്ഷി ഉണ്ടെന്ന് ഓർമ്മ വേണം. ഇഷ്ടമാണ് 100 വട്ടം. സസ്നേഹം, സുമിത്ര. പ്രഭാത്, ഇതിലെ ഓരോ വരിയിലും കളിക്കപ്പുറം കാര്യമുണ്ട്. ഒരിക്കൽ നീ എൻ്റെ പ്രണയം തിരിച്ചറിയുമെന്ന പ്രതീക്ഷയിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. പ്രഭാതിനെ കണ്ടില്ലല്ലോ. വന്നിട്ടുണ്ട്. ഇടയ്ക്ക് ഞാനൊരു വിനായം പോലെ കണ്ടായിരുന്നു. വരാതിരിക്കില്ല. അതാ. ഒരു ലവ് ലെറ്ററെങ്കിലും കിട്ടിയോടെ കോളേജ് ഹീറോ. ഒന്നോ എണ്ണാൻ തോന്നിയില്ല. പൊങ്ങൻ. നീ വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി. എന്നിട്ട് എവിടെ? വേസ്റ്റ് ബാസ്ക്കറ്റിൽ കിടപ്പുണ്ട്. എടാ ദ്രോഹി, എന്തിനാടാ അങ്ങനെ ചെയ്തേ? പൈങ്കിളി, താല്പര്യമില്ല. പക്ഷെ ഒരെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. ദാ ഇത് നിങ്ങളാ എഴുതിയതെന്ന് രണ്ടാമത് ചിന്തിക്കേണ്ടി പോലും വന്നില്ല. കണ്ടുപിടിച്ചല്ലേ? വേറെ ആർക്കാടി ഇത് ചെയ്യാനുള്ള തൊലിക്കെട്ടി? എന്തായാലും സംഭവം സെറ്റ്. എനിക്കിഷ്ടായി. ഞാനിത് ഫ്രെയിം ചെയ്ത് വെക്കും. അല്ല, നിങ്ങൾക്കൊന്നും കിട്ടിയില്ല? ഓ, നമ്മളെ പാവങ്ങള്. പ്രഭാത്, കുറെ നാളായിട്ട് ചോദിക്കണമെന്ന് വിചാരിക്കുന്നു. ഹൗ ദിസ് നെയിം പ്രഭാത്? ഞാനിങ്ങനെ കേട്ടിട്ടില്ല ഈ പേര്. അപ്പോൾ നിങ്ങൾക്കറിയില്ലേ, എന്റെ പപ്പ പഞ്ചാബിയാണ്. ജോബ് റിലേറ്റഡ് ആയിട്ട് കേരളത്തിൽ വന്നതാ. പിന്നെ ആളിവിടെ അങ്ങ് കൂടി. A letter for you. എനിക്കോ? നോ വേ. ഇങ്ങ് തന്നെ. Road has left and right, but for me you are the right one. P. P-യോ? എന്ത്, അവന് മുള്ളണമെന്നോ? പൊടി. ആളുടെ പേരിന്റെ ഫസ്റ്റ് ലെറ്റർ ആയിരിക്കും. Guys, leave it. Are you both serious about this shit? ഷിറ്റോ? എന്നോട് തന്നെ? അത് വായിക്കുമ്പോഴേ അറിയില്ലേ ആരോ കളിയാക്കാൻ എഴുതിയതാണെന്ന്. നോ, എനിക്കങ്ങനെ തോന്നുന്നില്ല. ഇറ്റ്സ് ക്യൂട്ട് ആൻഡ് ലവ്ലി പ്രപ്പോസൽ. ഒന്ന് പോയെ. തനിക്ക് കിട്ടിയതൊക്കെ പിന്നെ ദിവ്യ പ്രണയങ്ങളാണല്ലോ. അതിലെനിക്ക് വിശ്വാസം ഇല്ലാത്തത് കൊണ്ടല്ലേ ഞാൻ ഇതൊഴിച്ച് ബാക്കിയെല്ലാം കളഞ്ഞത്. If a man is serious, he should propose like this. ഹൃദയ, wanna be my guy? സുന്ദരന്റെ വരവൂത്തിരിക്കുമൊരു സുന്ദരി പെണ്ണു നീ, കാമുകന്റെ വിളി കാത്തിരിക്കുമൊരു കാമുകി പെണ്ണു നീ. എടി പൊട്ടി. നീ വിളിച്ചോ? ഒറ്റ ചവിട്ട് വെച്ച് തന്നാലുണ്ടല്ലോ എന്റെ ഞരമ്പ് പൊട്ടി. നീ എന്താ ഇത്ര ആലോചിക്കുന്നേ? എടി, പ്രഭാത പറഞ്ഞതുപോലെ എനിക്ക് കിട്ടിയ ലെറ്റർ പ്രാങ്ക് ആയിരിക്കോ? എനിക്കിത് പ്രാങ്കായിട്ട് എടുക്കാൻ സാധിക്കുന്നില്ല. ഇന്നേ വരെ നിനക്ക് അങ്ങനെ ഒരു ലെറ്റർ കിട്ടിയിട്ടില്ല. ഇഫ് ഇറ്റ്സ് എ പ്രാങ്ക്, ഒരു ലേബലും ഇല്ലാതെ നിനക്കത് തരാമായിരുന്നു. വൈ ലെറ്റർ പി? ഒന്നെങ്കിൽ ഒരു ഫേക്ക് നെയിം, അല്ലെങ്കിൽ പേര് വെക്കാതിരിക്കണം. ഒരു ലെറ്റർ മെൻഷൻ ചെയ്യണമെങ്കിൽ അതാണ് എന്നെ കൺഫ്യൂസ്ഡ് ആക്കുന്നത്. If P something related to a name? ഡി പ്രഭാത്. എന്ത്? എടി, അവനാകാൻ ഒരു ചാൻസ് ഇല്ലേ? വീണ്ടും തുടങ്ങിയോ നീ? എടി, നീ ഇതുവരെയുള്ള എല്ലാം ഒന്ന് അനലൈസ് ചെയ്ത് നോക്ക്. ദ കെയർ, പൊസസീവ്നെസ്, ജലസി, മോർ ദാൻ ദാറ്റ് ഇന്ന് അവൻ കാണിച്ച ഷോ കുറച്ച് കൂടുതലായിരുന്നില്ലേ? നമ്മൾ ആ പീല് കൂടുതൽ ചെയ്യാതിരിക്കാനല്ലേ അവൻ നമ്മളോടത് വിടാനൊക്കെ പറഞ്ഞത്. കൂട്ടത്തിൽ അവൻ അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ മുഖത്ത് നോക്കി പ്രപ്പോസ് ചെയ്യുമെന്ന് ഡയലോഗ് അടിച്ചിരുന്നു. അതെ, എന്നിട്ട് നൈസായിട്ട് നിന്റെ മുഖത്ത് നോക്കി പ്രപ്പോസും ചെയ്തില്ലേ? ആണുങ്ങൾ പുറത്തു നിന്ന് വാചകം അടിക്കാൻ മിടുക്കല. പക്ഷെ പ്രണയകാര്യം വരുമ്പോ ഇവന്മാര് പേടിക്കേണ്ടവരാ. ഐ എം ജസ്റ്റ് ജനറലൈസിങ്. എന്നാലും എനിക്ക് തോന്നുന്നത് അവൻ തന്നെയാണ് അത് ചെയ്തത്. അവന് നിന്നെ ഇഷ്ടമാണെന്ന് ഓരോ ദിവസം കഴിയുമ്പോഴും എനിക്ക് ഉറപ്പാകുന്നതേ ഉള്ളൂ. മതി, തൽക്കാലം നിന്റെ ഡിറ്റക്റ്റീവ് മൈൻഡിന് നീ റെസ്റ്റ് കൊടുക്കും. ചെല്ല്. ഓക്കെ, വേണ്ടെങ്കിൽ വേണ്ട. പക്ഷെ ഒരു പ്രണയം ഞാൻ മണക്കുന്നുണ്ട് മോളെ. ഇളമഞ്ഞിലീറനം ആലിന്റെ ചില്ലയിൽ കിളികളൊരു പോലെ പാടി, സുന്ദരന്റെ വരവോർത്തിരിക്കുമൊരു സുന്ദരി പെണ്ണു നീ, കാമുകന്റെ വിളി കാത്തിരിക്കുമൊരു കാമുകി പെണ്ണു നീ, അരികിലായി വന്നു ചേരാൻ കൊതിയും അരികിലാകും
ഹലോ, എന്താ പ്രഭാത്? അതെ, കൂടെയുള്ളവൾ അറിയാതെ ഒന്ന് ബാസ്കറ്റ്ബോൾ കോർട്ടിന്റെ അവിടെ വരുമോ? തന്നോട് എനിക്ക് ഒരു സീരിയസ് കാര്യം പറയണം. എപ്പോൾ? റൈറ്റ് നൗ പ്ലീസ്. ഓക്കെ. എന്താ പ്രഭാത്, എന്തേ ഒരു ടെൻഷൻ പോലെ? ഹൃദയ, അത് താനിതെങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയില്ല. ഇനിയൊരു മാസം കൂടി ഉള്ളൂ ഫൈനൽ എക്സാമിന്. ഇനിയും ലേറ്റ് ആക്കിയാൽ. കാര്യം പറ പ്രഭാത്. ഹൃദയ, ഐ ഹാവ് സംതിങ് ടു ഷെയർ. ഇനി വയ്യടോ ഇങ്ങനെ ഹൈഡ് ചെയ്ത് ഒളിപ്പിച്ചു വെക്കാൻ ശ്രമിക്കും തോറും കൈവിട്ടു പോകുമോ എന്നൊരു പേടി. മനസ്സിലായില്ല. ഐ മീൻ ലവ്. ഞാൻ ശരിക്കും എന്നെ പ്രപ്പോസ് ചെയ്യാൻ പോകുവാണോ? അപ്പോൾ എന്നെ പോലെ താങ്ങി. ഹൃദയ, ധൈര്യമില്ലാഞ്ഞിട്ടല്ല, ഇങ്ങനെ വളഞ്ഞു ചുറ്റി ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാ. ഇത്രയും നാൾ അങ്ങനെ നടന്നിട്ട് പെട്ടെന്ന് ഇഷ്ടമാണെന്ന് പറയുമ്പോൾ ഹൃദയ, എനിക്കിഷ്ടമാണ്.